ഞങ്ങളുടെ ചോര വീഴ്ത്തി അയ്യപ്പന്റെ പൊന്നു കെട്ടത് മറക്കാമെന്ന് ഈ അമ്പലം വിഴുങ്ങി സർക്കാർ വിചാരിക്കേണ്ട, തെരുവിൽ തുടരുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഷാഫി പറമ്പിൽ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ആ ചിത്രത്തിലുള്ളത് കോൺഗ്രസിന്റെ പ്രവർത്തകനായ ഒരു വ്യക്തിയുടേതാണ്. അടിച്ച് പൊട്ടിച്ചിരിക്കുകയാണ് അയാളുടെ മുഖം. ലാത്തി കൊണ്ട് അടിച്ച് പൊട്ടിച്ച അയാളുടെ മുഖം, ചോര വാർന്നൊലിക്കുന്ന മുഖത്തിന്റെ ഒരു പിക്ചർ കൂടി പങ്കുവെച്ചുകൊണ്ടാണ്, നിങ്ങൾ തമ്മിലൊക്കെ കണ്ടതുപോലെയുള്ള ആ പിക്ചർ പങ്കുവെച്ചുകൊണ്ടാണ് ഷാഫി പറമ്പിൽ ഫേസ്ബുക്കിലൂടെ തന്റെ പ്രതിഷേധം അറിയിക്കുന്നത്. ഞങ്ങളുടെ ചോര വീഴ്ത്തി അയ്യപ്പന്റെ പൊന്നു കെട്ടത് മറക്കാമെന്ന് ഈ അമ്പലം വിഴുങ്ങി സർക്കാർ വിചാരിക്കേണ്ട എന്നാണ് പറയുന്നത്. ശരിക്കും എന്താണ് പ്രശ്നം? പ്രശ്നം എന്ന് പറയുന്നത് അയ്യപ്പന്റെ സ്വർണം കട്ട, അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച ആളുകൾ, അവർക്കെതിരെ കോടതി വിധികളും കോടതിയുടെ കണ്ടെത്തലുകളും കോടതിയുടെ നിരീക്ഷണങ്ങളുമൊക്കെ ഈ സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും പ്രതിക്കൂട്ടിലാക്കുകയാണ്. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല പ്രതി. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് ഫിസിക്കലി ഈ കാര്യം കൈകാര്യം ചെയ്ത വ്യക്തിയാണ്, മീൻസ് ഇതിന്റെ ഇടനിലക്കാരനാണ്. പക്ഷേ ഇതിന്റെ യഥാർത്ഥ പ്രതികൾ എന്ന് പറയുന്നത്, ഇതിന്റെ ഒന്നാം പ്രതി ആവേണ്ടവർ എന്ന് പറയുന്നത് ഇവിടുത്തെ ദേവസ്വം ബോർഡും കേരളത്തിന്റെ സർക്കാരുമാണ്, പിണറായി വിജയനാണ്, പിണറായി സർക്കാരാണ്. ആ കാര്യത്തിൽ ഒരു തർക്കമില്ല. ഈ കാര്യങ്ങൾ നല്ല അറിവ് ആർക്കുണ്ട്? ഈ പറയുന്ന പിണറായി വിജയനുണ്ട്, കേരളത്തിലെ സഖാക്കൾക്കുണ്ട്, കേരളത്തിലെ CPM-നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം. ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസം ആക്രമിക്കപ്പെടുന്നു. ഷാഫി പറമ്പിലെ മൂക്കടിച്ച് പൊട്ടിക്കുന്നു. ആര്? പോലീസ് അടിച്ചു പൊട്ടിക്കുന്നു. ഇതിന്റെ വിഷ്വലുകളെല്ലാം നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. ഷാഫി പറമ്പിൽ അവിടെ ചെന്ന് UDF-ന്റെ പ്രകടനം വരുമ്പോൾ അതിനെ ആക്രമിക്കാൻ DYFIയുടെ ഗുണ്ടകൾ മാരകായുധങ്ങളുമായി അതിനെ ആക്രമിക്കാൻ വന്ന ഇതിന്റെ രണ്ടിലും നിൽക്കുന്ന പോലീസുകാരോട് സംസാരിച്ച് കാര്യങ്ങൾ ഒതുക്കി തീർത്ത് അവിടെ പിരിഞ്ഞു പോകാനുള്ള ഒരു സംഭവം നടത്തുന്നതിനിടയിലാണ്, ശ്രമം നടത്തുന്നതിനിടയിലാണ് ഷാഫി പറമ്പിലിന്റെ മോന്ത അടിച്ചു പൊട്ടിക്കുന്നത്. നിങ്ങൾ ആ വിഷ്വലുകൾ, ഇന്നലെ നമ്മൾ ആ വിഷ്വലുകൾ കാണിച്ചിരുന്നു, അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോയിൽ സംസാരിച്ചിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഷാഫി പറമ്പിൽ നിൽക്കുന്നു, അതിന്റെ മുന്നിൽ ഷാഫിയോട് ഇങ്ങനെ മുഖാമുഖം നിൽക്കുന്നത് പോലെ ഒരു ലെയർ പോലീസ്, ഒരു വരി പോലീസ് നിൽക്കുന്നു. അതിന്റെ പിന്നിൽ മറ്റൊരു വരി പോലീസ് നിൽക്കുന്നു. ഈ രണ്ടാമത്തെ വരിയിൽ നിൽക്കുന്ന പോലീസുകാരൻ ഇങ്ങനെ ലാത്തി കൊണ്ട് ഇങ്ങനെ ഓങ്ങി അടിക്കുന്നത് നമ്മൾക്ക് കാണാൻ കഴിയും. അപ്പോ അത് ഷാഫിയെ മാത്രമാണ് ടാർഗറ്റ് ചെയ്ത് അടിക്കുന്നത്, അതും നമ്മൾക്ക് കാണാൻ കഴിയും. ഷാഫിയുടെ മോന്തയിൽ അടിക്കുന്നതും നമ്മൾക്ക് കാണാൻ കഴിയും. ഷാഫിയുടെ മോന്തയിൽ നിന്ന് ചോര പൊട്ടി ഒലിക്കുന്നതും നമ്മൾക്ക് ആ വിഷ്വലിൽ നിന്ന് കാണാൻ കഴിയും. അവിടെയാണ് റൂറൽ SP പറയുന്നത് ഞങ്ങൾ ലാത്തി ചാർജ് നടത്തിയിട്ടില്ല എന്ന്. ഈ വിഷ്ണു എന്ന് പറയുന്ന പോലീസുകാരനാണ് ഈ പറയുന്ന ഷാഫി പറമ്പിലെ അടിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യവും കോൺഗ്രസ്സുകാർ നോട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. മറക്കണ്ട, നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ പശ്ചാത്തലം നമുക്കൊന്ന് നോക്കാം. ഇതിന്റെ പശ്ചാത്തലം എന്താണ്? ഈ സംഭവം നടക്കുന്നത് ഇന്നലെ എല്ലാം മെനിഞ്ഞാന്നാണ്, അല്ലേ? ഈ മെനിഞ്ഞാന്ന്, അതായത് വെള്ളിയാഴ്ച രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. വൈകുന്നേരം ഒരു 7 മണി 7:30 മണി ആ സമയത്താണ് ഈ ഷാഫി പറമ്പിലിന്റെ മൂക്കടിച്ച് പൊട്ടിക്കുന്നത്. ആ വെള്ളിയാഴ്ച 6 മണി വരെ പേരാമ്പ്രയിൽ ഹർത്താലായിരുന്നു, അല്ലേ? പേരാമ്പ്രയിൽ ഹർത്താലായിരുന്നു. പാർലമെന്റ് സമ്മേളനങ്ങളൊന്നും ഇല്ലതാനും ഷാഫി പറമ്പിൽ തന്റെ മണ്ഡലമായ വടകരയിൽ തന്നെ ഉണ്ട്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ്. ഈ വെള്ളിയാഴ്ച നടന്ന മറ്റൊരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതുമായി ബന്ധപ്പെടുന്ന മറ്റൊരു കാര്യം, വെള്ളിയാഴ്ച നടന്നത് എന്താണ്? വെള്ളിയാഴ്ചയാണ് ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശപ്രകാരം ഒരു അന്വേഷണ കമ്മീഷൻ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി നടത്തിയ അന്വേഷണം, ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വെള്ളിയാഴ്ചയാണ് കോടതിയിൽ ഹാജരാക്കിയത്. ഹൈക്കോടതിയിൽ ഹാജരാക്കിയിട്ട് അന്ന് ഹൈക്കോടതി ആ റിപ്പോർട്ട് കണ്ടിട്ട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. എന്താണ് പറഞ്ഞത്? മഹസറിൽ ചെമ്പുപാളികളാണ് കടത്തപ്പെട്ടത്, കൊണ്ടുപോയത് എന്ന് പറയുന്നു. അപ്പോ മഹസറിൽ ചെമ്പുപാളികളാണ് ശബരിമലയിൽ കൊണ്ടുപോയത് എന്ന് ഉദ്യോഗസ്ഥർ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ 1998 വിജയ് മല്യ സ്വർണം നൽകിക്കൊണ്ട് സ്വർണം പൂശിയ ആ ചെമ്പുപാളികൾ എവിടെ എന്നുള്ള ചോദ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ മഹസറിൽ ചെമ്പുപാളികൾ എന്ന് ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തുന്നു.
ഈ ചെമ്പുപാളികൾ കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനമെടുത്ത ദേവസ്വം ബോർഡിന്റെ മീറ്റിംഗിൽ ആ മിനിറ്റ്സ് ബുക്കില് ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികളും അന്ന് ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തുന്നു. ഇത് രണ്ടും ഹൈക്കോടതിയുടെ ഈ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തുകയും ഹൈക്കോടതി അത് വളരെ സസൂക്ഷ്മം പരിശോധിക്കുകയും ചെയ്തിട്ട് ഹൈക്കോടതി ചോദിച്ചത്, അങ്ങനെയാണെങ്കിൽ ഇത്രയും ദിവസം ശബരിമലയിൽ ഉണ്ടായ സ്വർണം എവിടെ, സ്വർണ്ണപ്പാളികൾ എവിടെ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ്, ഗൂഢാലോചന നടത്തി തന്നെയാണ് ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അത് മുൻകൂട്ടി തയ്യാറാക്കിയ പ്ലാനുകളുടെ അടിസ്ഥാനത്തിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഈ പറയുന്ന പോറ്റിയോ ഒന്നുമല്ല ഇതിന്റെ ആളുകൾ ശബരിമലയിലെ ബോർഡ് അംഗങ്ങളാണ്, അവരെ നയിക്കുന്ന സർക്കാരാണ്. ഇവരൊന്നും അറിയാതെ, ഇവരുടെ ഒന്നും സമ്മതമില്ലാതെ ഇതൊന്നും നടക്കില്ല ശബരിമലയിൽ എന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ ഭക്തജനങ്ങൾക്കോ അയ്യപ്പ വിശ്വാസികൾക്കോ ഹൈന്ദവ സഹോദരങ്ങൾക്കോ എന്നും യാതൊരുവിധ തർക്കവുമില്ല. അപ്പോ അങ്ങനെ കോടതി കണ്ടെത്തിയിട്ട് കോടതി പിണറായി വിജയന്റെ ക്ലിഫ് ഹൗസിന്റെ അടുക്കളയിൽ വരെ എത്തി നിൽക്കുമ്പോൾ ഈ ചർച്ചയൊന്ന് വഴിമാറ്റണം. അതുവരെ സഖാക്കൾ ന്യായീകരിച്ച് മെഴുകുകയായിരുന്നു. കോടതി അന്വേഷിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റില്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഉദ്യോഗസ്ഥരുമാണ് ഇതിലെ പ്രതികൾ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കോടതി തന്നെ കണ്ടെത്തുന്നു ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരല്ല ഇതിലെ പ്രതികൾ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ തീരുമാനം, ആ ഡിസിഷൻ തന്നെയാണ്. കോടതി ഉപയോഗിച്ച വാക്കാണ്, ആ ഡിസിഷൻ തന്നെയാണ്. അങ്ങനെ ഡിസിഷൻ എന്നൊരു വാക്ക് കോടതി നിരീക്ഷണങ്ങൾ നടത്താറുണ്ട്, കോടതി പരാമർശങ്ങൾ നടത്താറുണ്ട്. അതിനപ്പുറത്തേക്ക് കോടതി ഇങ്ങനെ ഒരു തീർപ്പിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത്രമാത്രം കോടതിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ മാത്രമേ കോടതി ഇത്തരത്തിൽ ഒരു അറുത്ത് മുറിച്ച വാക്കിലേക്ക് കാര്യങ്ങൾ എത്താറുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പിണറായി വിജയന്റെ അടുക്കളയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ ചർച്ചകൾ വഴിമാറ്റണം. അന്വേഷണം എന്നുള്ള പേരിൽ ഇപ്പോൾ FIR എടുത്തിരിക്കുന്ന നിങ്ങൾ നോക്കുക, അതിലെ ഒന്നാം പ്രതി, 2 FIR എടുത്തിരിക്കുന്നതിലും ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമായിട്ട് നിങ്ങളൊന്ന് ആലോചിക്കുക, ശബരിമലയിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമായിട്ട് എങ്ങനെയാണ് ശബരിമലയിലെ സ്വർണം കടത്താൻ കഴിയുന്നത്? അയാൾക്ക് അതിന് മാത്രം എന്തധികാരമാണ് അവിടെ ഉള്ളത്? അതിന് മാത്രമുള്ള സ്വാധീനം എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ളത്? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാധീനമുള്ളത് അതായത് ഈ സ്വർണം കടത്തിയ സമയത്ത് ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനുമായിട്ടും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ള പത്മകുമാറുമായിട്ടാണ്. മനസ്സിലായില്ലേ? അപ്പോ ഇത്തരത്തിൽ പിണറായി വിജയന്റെ അടുക്കളയിലേക്ക് കോടതി എത്തി നിൽക്കുമ്പോൾ കാര്യങ്ങൾ വഴിതിരിച്ചുവിടണം, ചർച്ചകൾ വഴിമാറണം. ഇപ്പൊ നിങ്ങൾ നോക്കുക, ഇപ്പൊ എന്താണ് ചർച്ച ഷാഫി പറമ്പിലിനെ ആക്രമിച്ചതാണ്. അപ്പോ അത് വളരെ വ്യക്തമായി ഇവർക്ക് അറിയാമായിരുന്നു, ഇവർക്ക് വ്യക്തമായ പ്ലാനുകൾ ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ചർച്ച ആവണമെങ്കിൽ അതിനെന്ത് വേണം? അതിന് മാത്രം പോകുന്ന ഒരു നേതാവിനെതിരെ എന്തെങ്കിലും ഒന്ന് നടത്തണം. മനസ്സിലായില്ലേ? ഇത് മുമ്പും ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. ഷാഫിയെ, സ്ത്രീകളെ നിർത്തിക്കൊണ്ട് ഷാഫിയെ വേട്ടയാടാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് കയ്യിൽ നിന്ന് പാളിപ്പോയി എന്ന് മാത്രമല്ല, അതിന് തൊട്ടു പിന്നാലെ കോടതി പിണറായി വിജയന്റെ അടുക്കളയിൽ കയറി നിൽക്കുമ്പോൾ വീണ്ടും ഷാഫിയെ വേട്ടയാടുകയാണ്. കാരണം ഷാഫി പറമ്പിൽ വടകരയിൽ ഉണ്ടെന്നറിയാം. പേരാമ്പ്രയിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അതിൽ ഷാഫി പറമ്പിൽ ഇടപെടും എന്നുള്ള കാര്യവും CPM-നും ഈ പറയുന്ന സഖാക്കൾക്കും നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഷാഫിയുടെ മൂക്കടിച്ച് പൊട്ടിക്കുക. അങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു ജനപ്രതിനിധിയെ ഇത്തരത്തിൽ ക്രൂരമായി പോലീസ് ആക്രമിച്ചു കഴിഞ്ഞാൽ അത് ചർച്ചയാവും എന്നുള്ള കാര്യത്തിൽ ഇവർക്കൊരു തർക്കവുമില്ല. അത് പ്രതിഷേധത്തിന് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പിന്നെ ഷാഫി പറമ്പിലിനെ പോലെ സ്വീകാര്യനായിട്ടുള്ള അത്രയധികം ജനപിന്തുണയുള്ള ഒരു വ്യക്തിയാകുമ്പോൾ ജനം അതിനു വേണ്ടി തെരുവിലിറങ്ങും എന്നുള്ള കാര്യം അറിയാം. കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കോൺഗ്രസ്സുകാർ പ്രതിഷേധത്തിനിറങ്ങും, ജനം തെരുവിലിറങ്ങും എന്നുള്ള കാര്യം ഈ സഖാക്കൾക്കറിയാം. അങ്ങനെ തെരുവിലിറങ്ങുമ്പോൾ മാധ്യമങ്ങൾ ഈ തെരുവിലിറങ്ങിയ ആളുകളുടെ പിന്നാലെ പോകുമെന്നുള്ളത് സഖാക്കൾക്കറിയാം. അങ്ങനെ എല്ലാം കൊണ്ടും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, ആ കോടതിയുടെ കണ്ടെത്തല്, കോടതി പിണറായി വിജയന്റെ അടുക്കളയിൽ വന്നു നിൽക്കുന്ന കാര്യം മറച്ചു പിടിക്കണമെങ്കിൽ എന്തേ വഴിയുള്ളൂ? വഴി ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ഷാഫി പറമ്പിലിനെ ആക്രമിക്കണം. വേട്ടയാടുകയാണെങ്കിൽ ഒന്നാം തരം സിംഹത്തിനെ തന്നെ വേട്ടയാടണം എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഷാഫി പറമ്പിലിനെ ഇങ്ങനെ ക്രൂരമായി ആക്രമിച്ച് അയാളെ വേട്ടയാടിയാൽ മാത്രമേ അത് ചർച്ചയാവുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ്
ഇത്തരത്തിൽ വെൽ പ്ലാൻഡ് ആയിക്കൊണ്ട് ഷാഫി പറമ്പിൽ വടകരയിൽ ഉള്ളത് കൊണ്ട് അയാൾ ഈ പ്രശ്നത്തിൽ ഇടപെടുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഷാഫി പറമ്പിൽ ആക്രമിച്ചു വീഴ്ത്തിയിരിക്കുന്നത്. കാരണം ഷാഫി പറമ്പിൽ ഈ വെള്ളിയാഴ്ച ദിവസം വടകരയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോ വടകരയിൽ ഉണ്ടായിരുന്ന ഷാഫി പറമ്പിൽ അയാൾ ഈ പ്രശ്നത്തിൽ, വടകരയിൽ എന്ന് പറഞ്ഞാൽ വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പേരാമ്പ്ര. നിങ്ങൾ ചോദിക്കരുത് വടകരയും പേരാമ്പ്രയും തമ്മിൽ ഒരുപാട് ദൂരമുണ്ടല്ലോ എന്ന്. മനസ്സിലായില്ലേ? അയാൾ MP ആയിരിക്കെ പാർലമെന്റ് സമ്മേളനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും വേറെ കോൺഗ്രസിൻ്റെതായ ഔദ്യോഗികമായ പരിപാടികൾ ഒന്നുമില്ലാത്തത് കൊണ്ടും അയാൾ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളുമായി മണ്ഡലത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ വടകര മണ്ഡലം, ആ വടകര എന്നാണ് പേരെങ്കിലും നിങ്ങളൊന്ന് ആലോചിക്കണം. ഇത് കോഴിക്കോടും കണ്ണൂരും ജില്ലയും ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് ഈ വടകര എന്ന് പറയുന്നത്. വടകര പാർലമെന്റ് മണ്ഡലത്തിൽ തലശ്ശേരിയുണ്ട്, കൂത്തുപറമ്പുണ്ട്, വടകരയുണ്ട്, കുറ്റ്യാടിയുണ്ട്, നാദാപുരമുണ്ട്, കൊയിലാണ്ടിയുണ്ട്, പേരാമ്പ്രയുണ്ട്. ഇത്രയധികം അസംബ്ലി മണ്ഡലങ്ങൾ ചേരുന്നതാണ് വടകര പാർലമെന്റ് മണ്ഡലം എന്ന് പറയുന്നത്. അയാൾ വടകര മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി അയാൾ വരുമെന്നുള്ള ഉറപ്പോടു കൂടി തന്നെയാണ് ഇത്തരത്തിലൊരു പ്രകോപനങ്ങൾ സൃഷ്ടിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് പേരാമ്പ്രയിലെ കോളേജിൽ യൂണിയൻ ഈ പറയുന്ന UDF പിടിച്ചെടുത്തപ്പോൾ അതിൻ്റെ ആഹ്ലാദ പ്രകടനം നടത്തിയ പിള്ളേർക്കെതിരെ, വിദ്യാർത്ഥികൾക്കെതിരെ ഇത്തരത്തിൽ ഗ്രനേഡ് എറിഞ്ഞുകൊണ്ട് ആദ്യ പ്രകോപനം പോലീസ് ഉണ്ടാക്കുന്നതും അതിൻ്റെ ഭാഗമായി തന്നെയാണ്. കാരണം അങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാകും, പിറ്റേന്ന് ഇങ്ങനെ തീരുമാനങ്ങൾ ഉണ്ടാവും, പ്രതിഷേധങ്ങൾ ഉണ്ടാവും. ആ പ്രതിഷേധത്തിൽ ഉറപ്പായിട്ടും ഷാഫി ഉണ്ടാകും. ഷാഫിയെ വേട്ടയാടിക്കഴിഞ്ഞാൽ അത് ചർച്ചയാകും, അത് വാർത്തയാകും. അതിനെതിരെ പ്രതിഷേധങ്ങൾ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഉണ്ടാകും. അതുവഴി ശബരിമലയിൽ ഈ കോടതി പോലും പിണറായി വിജയന്റെ അടുക്കളയിൽ വന്നു നിൽക്കുന്ന കാര്യം മറച്ചു പിടിക്കാൻ കഴിയും. അതായത് അയ്യപ്പന്റെ പൊന്ന് കട്ടത് മറക്കണമെങ്കിൽ ഷാഫിയെ തന്നെ മുന്നിൽ നിന്ന് വേട്ടയാടണമെന്നുള്ള ഒരു പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് ഇക്കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്.